ഹിറ്റ്മാൻ രോഹിത് ശർമ്മ ടെസ്റ്റ് ക്രിക്കറ്റിന് അനുയോജ്യനാണോ അല്ല എന്ന് അടിവരയിട്ട് പറയുന്നതായിരുന്നു ഈ കഴിഞ്ഞ ഓസ്ട്രേലിയൻ പരമ്പര. മെൽബണിലെ ഓസ്ട്രേലിയക്കെതിരായ 4ാം ടെസ്റ്റിലും 2 അക്കം പോലും കാണാതെയാണ് ഇന്ത്യൻ ക്യാപ്റ്റന്റെ മടക്കം. നാണക്കേടിന്റെ ഒരു ലോക റെക്കോർഡ് കൂടിയാണ് ഹിറ്റ്മാൻ സ്വന്തമാക്കിയിരിക്കുന്നത്. ആദ്യ ഇന്നിംഗ്സിൽ വെറും 3 റൺസ്, 2ാം ഇന്നിംഗ്സിൽ 40 പന്തുകൾ കളിച്ച് 9 റൺസ് മാത്രം. ഈ ടെസ്റ്റ് സീരീസിലെ രോഹിത്തിന്റെ ശരാശരി കേൾക്കണോ? വെറും 6.20. ഇത് ക്യാപ്റ്റന്റെ റെക്കോർഡാണ്. എങ്ങനെയെന്ന് നോക്കാം. ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഓസ്ട്രേലിയയിൽ കളിക്കാനെത്തുന്ന ടീമുകളുടെ ക്യാപ്റ്റന്മാരുടെ പട്ടിക എടുത്തു നോക്കിയാൽ അതിൽ ഏറ്റവും താഴ്ന്ന ശരാശരിയാണ് ഇത്. 1996-97 ഓസ്ട്രേലിയൻ പര്യടനത്തിൽ 7.75 രേഖപ്പെടുത്തിയ വെസ്റ്റ് ഇന്ത്യൻ ബൗളർ കോർട്ട്നി വാർഷലിന്റെ പേരിലാണ് ഈ റെക്കോർഡ് ഉണ്ടായിരുന്നത്. അതാണ് ഇപ്പോൾ ഹിറ്റ്മാൻ വെട്ടിപ്പിടിച്ചിരിക്കുന്നത്. ഈ പരമ്പരയിൽ 2-1 മുന്നിലെത്തണം, അല്ലെങ്കിൽ സമനില പിടിക്കണം, അതായിരുന്നു ലക്ഷ്യം. ജയിക്കാൻ അവസാന ദിവസം ഇന്ത്യക്ക് വേണ്ടിയിരുന്നത് 340 റൺസ്. സഹ ഓപ്പണർ യശസ്വി ജയ്സ്വാളിനൊപ്പം ഇറങ്ങിയ രോഹിത് താളം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ് ആദ്യം കണ്ടത്. പാറ്റ് കമ്മിൻസിനെ ഡ്രൈവ് ചെയ്യാൻ ശ്രമിച്ച സ്ലിപ്പിലുണ്ടായിരുന്ന മിച്ചൽ മാർഷിന് ക്യാച്ച് നൽകി പുള്ളി അങ്ങ് മടങ്ങി. എന്തിന്? ഡ്രസ്സിംഗ് റൂമിലിരുന്ന് ബാക്കി സമയം വിശ്രമിക്കാമല്ലോ. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇത്. കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ രോഹിത് ടെസ്റ്റിൽ റൺസ് കണ്ടെത്താനാകാതെ പതറി നിൽക്കുന്നത് കാണുകയാണ്. സ്വന്തം തട്ടകത്തിൽ പോലും ആ ബംഗ്ലാദേശിനെതിരെ 4 ഇന്നിംഗ്സുകളിൽ നിന്ന് 42 റൺസ് മാത്രമാണ് ക്യാപ്റ്റന്റെ ആകെയുള്ള സമ്പാദ്യം. ഇനി ന്യൂസിലാൻഡിനെതിരായ മത്സരം നോക്കാം. 6 ഇന്നിംഗ്സുകളിൽ നിന്നായി 91 റൺസ് മാത്രം. ടെസ്റ്റ് ക്യാപ്റ്റൻ എന്ന നിലയിൽ പൂർണ്ണ പരാജയമായ രോഹിത്തിനെ ഓസ്ട്രേലിയൻ പര്യടനത്തിലും നായകനാക്കാൻ BCCI എന്തിന് അനുവദിച്ചു എന്നതാണ് ഇന്ത്യൻ ആരാധകർ ഒന്നടങ്കം ചോദിക്കുന്നത്. 2ാമത്തെ കുഞ്ഞിന്റെ ജനനത്തെ തുടർന്ന് പെർത്തിലെ ആദ്യ ടെസ്റ്റ് കളിക്കാൻ രോഹിത് ഉണ്ടായിരുന്നില്ല. അത് ഇന്ത്യ ജയിക്കുകയും ചെയ്തു. 2ാം ടെസ്റ്റിൽ അഡ്ലെയ്ഡിൽ രോഹിത് തിരിച്ചെത്തി. അപ്പോഴേ ആരാധകർ പറഞ്ഞതാണ് വേണ്ടായിരുന്നു, ബുംറ തന്നെ തുടരുന്നതാണ് നല്ലത് എന്ന്. 6ാം നമ്പറിൽ ബാറ്റ് ചെയ്ത 2ാമത്തെയും 3ാമത്തെയും ടെസ്റ്റുകളിൽ ഒരു സ്ഥാനമാറ്റത്തിന് ശ്രമിച്ചുവെങ്കിലും വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. ടെസ്റ്റിലെ തന്റെ അവസാന 15 ഇന്നിംഗ്സുകൾ നോക്കിയാൽ രോഹിത്തിന്റെ ശരാശരി 10.93 മാത്രമാണ്. ഈ സ്റ്റാറ്റൊക്കെ നോക്കാതെ തന്നെ രോഹിത് ശർമ്മ ടെസ്റ്റിൽ നിന്ന് വിരമിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നാണ് ആരാധകരും കായിക വിദഗ്ധരുമൊക്കെ ഒരേ സ്വരത്തിൽ പറയുന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.